യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവില്ലാതെയുള്ള ദൈവവേല. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നതായ വിഷയം അതാണ്, ദൈവവേല. പക്ഷേ പരിശുദ്ധാത്മാവില്ലാതെയുള്ളതായ ദൈവവേല. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് എന്നെല്ലാം പറയുന്ന ധാരാളം ക്രൈസ്തവരെ നാം കാണാറുണ്ട്. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള അവരുടെ ബന്ധം അത്രത്തോളമേ ഉള്ളൂ. അവർ പറയുന്നൊരു വിശ്വാസം അവർക്കുണ്ട്, അവർ പള്ളിയിലൊക്കെ പോകാറുണ്ട്. മറിച്ച് കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്നോ, ആ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, ആ ക്രിസ്തുവിൻ്റെ രക്തത്താൽ എനിക്ക് പാപം കൂടാ ജീവിക്കാനുള്ളതായ ശക്തി ലഭിച്ചുവെന്നോ, ആ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്നോ, ദൈവരാജ്യം അതെനിക്ക് പ്രാപിക്കണമെന്നുള്ളതായ യാതൊന്നും താല്പര്യവും അവരിൽ കാണുകയില്ലാത്ത ധാരാളം ക്രൈസ്തവരെ നമുക്ക് കാണാം. അവരുടെ ആകെ തുകയെന്ന് പറയുന്നത് ഒരു പേരിനുള്ളതായ വിശ്വാസം മാത്രം, അല്ലാതെ സജീവമായ ഒരു യാഥാർത്ഥ്യം ഗ്രഹിച്ചുകൊണ്ടുള്ളതായ ഒരു ക്രിസ്തുവുമായുള്ള ബന്ധം അനേക ക്രൈസ്തവരിലും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പോകുന്നവരെയും നാം കാണും. അവരുടെ വാക്കുകളിൽ പോലും ഞാൻ ക്രിസ്തുവിനെ അനുസരിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്, കർത്താവായ യേശുവിൻ്റെ മനസ്സുള്ളവനായിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്, കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്താൽ എനിക്ക് പാപത്തിൻ്റെ മേൽ ജയമുണ്ട് എന്നുള്ളതായ അനുഭവങ്ങളോ അനുഭവ സാക്ഷ്യങ്ങളോ അവരുടെ വായിലില്ല. കാരണം അവരുടെ ഹൃദയത്തിലില്ല. എനിക്ക് പാപത്തിൻ്റെ മേൽ ജയമുണ്ട്, ഞാനിപ്പോൾ ശാന്തനാണ്, സൗമ്യനാണ്, എൻ്റെ പഴയ സ്വഭാവം ഇപ്പോൾ ഇല്ല എന്ന് പറയത്തക്കതായ ആ ശാന്തത അവരുടെ ജീവിതത്തിലില്ല. മുമ്പേ നാം ഇരുളായിരുന്നു, ഇപ്പോഴോ നാം വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മൾ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു എന്നെല്ലാം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഓർപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്രകാരം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നതായ ഒരു അനുഭവം അനേക വിശ്വാസികൾക്കുമില്ല എന്നുള്ളതാണ് സത്യം. അവർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു. കാരണം പഴയ ഇരുട്ടിൻ്റെതായ ഒന്നും അവരിലില്ല. ആ ഇരുട്ടിൻ്റെതായ സ്വാധീനത്തിലുള്ളതായ സംസാരങ്ങളോ ശൈലികളോ പെരുമാറ്റങ്ങളോ നിരൂപണങ്ങളോ അവരിലില്ല. ഇപ്പോൾ അവരിലുള്ളത് ദൈവത്തിൻ്റെ വെളിച്ചമാണ്, വെളിച്ചത്തിൻ്റെ വാക്കുകളാണ്, വെളിച്ചത്തിൻ്റെ ആലോചനയാണ്, വെളിച്ചത്തിൻ്റെ മക്കളോടുകൂടെയാണ് അവർ നടക്കുന്നതെന്നുള്ളതായ ആ സാക്ഷ്യം അനേകർക്കുമില്ല എന്നുള്ളതാണ് സത്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇടയന്മാർ പറഞ്ഞതായ ഒരു വാക്ക് കാണുന്നുണ്ട്. കർത്താവിൻ്റെ ആ ജനനത്തിൻ്റെ ദിവസം ആട്ടിടയന്മാർ പറഞ്ഞൊരു വാക്ക് നമുക്ക് വായിക്കാം. ലൂക്കോസ് 2:15. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളിൽ ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവരുടെ അഭിമാനം അവർക്ക് വിഷയമായിരുന്നില്ല, അവരുടെ ബുദ്ധി അവർക്ക് വിഷയമായിരുന്നില്ല, അവരുടെ ആടുകൾ അവർക്ക് വിഷയമായിരുന്നില്ല. ആടുകളെ വിട്ട് ആ രാത്രി തന്നെ പോയി കർത്താവായ യേശു ആ ജനിച്ചതായ ആ കാലിത്തൊഴുത്തിൽ പോയി യേശുവിനെ കാണാനുള്ളതായ അവരുടെ ആ എളിമ, അവർക്ക് ബാക്കി ഒന്നും വിഷയമായില്ല. കർത്താവായ യേശുവിനെ കുറിച്ച് കേട്ട ആ രാത്രി അവർക്ക് അഭിമാനം വിഷയമല്ല. അവർക്ക് ഒരു ബുദ്ധിയുടെ കാര്യം അവർ ആലോചിച്ചില്ല. അവരവരുടെ ആടുകളെ നോക്കുന്നവരാണ്. അവർ പോയാൽ അവരുടെ ആട്ടിൻകൂട്ടത്തിന് എന്ത് സംഭവിക്കാം, ചെന്നായി വന്ന് പിടിക്കാതിനെ. പക്ഷേ അവർ നഷ്ടം സഹിക്കാനും അവർ തയ്യാറാണ്. അവരാ ആടുകളെ വിട്ട് അവരുടെ അഭിമാനം ചിന്തിക്കാതെ അവർ അന്ന് തന്നെ ആ രാത്രി തന്നെ അവർ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനാണ് എളിമ, അനുസരണം, വിശ്വാസം എന്നെല്ലാം പറയുന്നത്. അപ്രകാരമുള്ളതായ ആ വിശ്വാസത്തിലെ ആ ലാളിത്യം, ആ എളിമയുടെ ഭാവം, ആ വിശ്വാസത്തിൻ്റെ ഭാവം, ഇതെല്ലാം അവർക്ക് ലഭിച്ചിരുന്നു നമുക്ക് കാണാം.
ഇതൊരു ദേവാലയത്തിൽ പോയതുകൊണ്ടോ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയതുകൊണ്ടോ, കുറേ ഭവന സന്ദർശനം നടത്തിയതുകൊണ്ടോ, കുറേ ദൈവവേല ചെയ്തതുകൊണ്ടോ, കുറേ പ്രസംഗിച്ചത് കൊണ്ടൊന്നും ഇതൊന്നും ലഭിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ അതിലുപരിയായ ഒരു അനുഭവം വേണം. നാം പുറമേ കാണുന്നതായ ഈ കാര്യങ്ങളുടെ ഉപരിയായ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ആ വ്യത്യാസം വരികയുള്ളൂ. അപ്പോസ്തലന്മാർ, നമുക്കറിയാം, പത്രോസ് വിശ്വാസം ഏറ്റുപറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും കാണാം. അവിടെയെല്ലാം അവന് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് അവന് സത്യം വെളിപ്പെടുത്തി കൊടുത്തു. അവനത് പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു. ദൈവം അവൻ്റെ ഹൃദയത്തെ സന്ദർശിച്ചു. ആത്മീയമായ ഏറ്റവും പരമപ്രധാനമായ സത്യം ക്രിസ്തു ആരാണെന്ന് അവന് മനസ്സിലായി. ദൈവം അവനെ സന്ദർശിച്ചു, അവനാ വെളിപ്പെട്ട് കിട്ടി. പക്ഷേ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം കിട്ടിയെങ്കിലും അപ്പോസ്തലന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നും അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നുവെങ്കിലും അവർ തമ്മിലുള്ളതായ പിണക്കം മാറിയില്ല, അവർ തമ്മിലുള്ളതായ ഇഷ്ടക്കുറവ് മാറിയില്ല, അവർ തമ്മിലുള്ളതായ നീരസം മാറിയില്ല. ഇടത്തും വലത്തും ഇരിക്കണമെന്നുള്ളതായ ആ ദുരാഗ്രഹങ്ങളും ദുരാശയും എല്ലാം അവരിലുണ്ടായിരുന്നു. അവർ നല്ല സത്യമായി വെളിപാട് കിട്ടിയവരാണവർ. ആത്മീയ സത്യം മർമ്മം മനസ്സിലാക്കിയവരാണവർ. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറഞ്ഞു. ദൈവം എന്നെ മരിച്ചവർ ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നതായ ആ രക്ഷ അനുഭവിച്ചതായ അനേക വ്യക്തികളുണ്ട്. രക്ഷിക്കപ്പെട്ടവരാണ്, നീ വേണമെങ്കിൽ സ്നാനമേറ്റവരാണ് എന്നെല്ലാം പറയും. പക്ഷേ മാമോദീസ വാങ്ങിയവരാണ്, വിശ്വാസത്താൽ സുവിശേഷവചനം കേട്ട് രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ കുടുംബത്തിൽ കലഹമാണ്, കുടുംബത്തിൽ പിണക്കമാണ്. അവർ കിടന്നുറങ്ങുന്നത് 2 മുറിയിലാണ്. അവർ പ്രതികാരം ചെയ്യാൻ വാഞ്ചയുള്ളവരാണ്. അവർ അന്യോന്യം പ്രാർത്ഥിക്കുന്നവരല്ല. അവർ അന്യോന്യം പ്രാർത്ഥിക്കുന്ന ദമ്പതികളല്ല. അവർ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും, പക്ഷേ ഒരാൾക്ക് വേണ്ടി മറ്റേയാൾ പ്രാർത്ഥിക്കില്ല. ഒരാളുടെ ആത്മാവിന് വേണ്ടി മറ്റേയാൾ പ്രാർത്ഥിക്കില്ല. ഒരാൾ ദൈവരാജ്യത്തിൽ പോകണമെന്ന്, ഭാര്യ ദൈവരാജ്യത്തിൽ പോകണമെന്ന് ഭർത്താവ് പ്രാർത്ഥിക്കില്ല. ഭർത്താവ് ദൈവരാജ്യത്തിൽ പോകണമെന്ന് ഭാര്യ പ്രാർത്ഥിക്കില്ല. കാരണം ആത്മീയമല്ല അവരുടെ വിഷയം. അവർക്ക് ആത്മീയ സത്യങ്ങൾ അറിയാം, ആത്മീയ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം സ്വഭാവം മാറുന്നില്ല. കർത്താവായ യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ സ്വഭാവം എന്നാണ് മാറിയത്? അവർക്ക് ഈ വെളിപാടെല്ലാം കിട്ടിയ കാലത്ത് മാറിയോ? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തലന്മാരുടെ സ്വഭാവം മാറിയത് എപ്പോഴാണ്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്കെടുക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 14-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കി അവരോട് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൻ്റെ ശേഷം നാം ഇവിടെ കാണുകയാണ് ഒരുമിച്ചുള്ളതായ ഒരു നിൽപ്പ്. അതുവരെ അവരാരാണ് വലിയവൻ, ആരാണ് മുമ്പൻ, തമ്മിലുള്ളതായ ആ ചോദ്യങ്ങളുള്ളവരായിരുന്നു അവർ. ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യമായിരുന്നു അവിടെ. പക്ഷേ ഇപ്പോൾ അവർ ഒരു മനസ്സുള്ളവരായി നിൽക്കുകയാണ്. ഇപ്പോൾ അവർ ഐക്യത്തോടെ നിൽക്കുകയാണ്. ഇപ്പോൾ അവരിൽ ഒരു മനസ്സുണ്ട്. അവരെല്ലാവരും പത്രോസിനോട് ഒരു മനസ്സോടുകൂടെ നിന്നു. അതിന് 2-ാം അധ്യായം 44-ാമത്തെ വാക്യം വായിക്കാം. 44-ാമത്തെ വാക്യം. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എണ്ണുകയും. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തൊരു വലിയ ശ്രേഷ്ഠമായ വചനം. ഒരു കസേരയിലിരുന്നോ ഒരു മീറ്റിംഗ് കൂടാനിരുന്നതല്ല, ഒരു മനസ്സുള്ളവരായിട്ടിരുന്നു. ഇതൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളിലുണ്ടോ? ഒരു മനസ്സുള്ളവരായിട്ട് ക്രൈസ്തവ കുടുംബങ്ങളാണ്. എപ്പോഴാണ് ഉണ്ടായത്? അതാണ് നാം പഠിക്കേണ്ടത്. അവർ ഒരുമിച്ച് നിന്നു, അവർ ഒരുമിച്ചിരുന്നു,
46 വാക്യം വായിക്കാം. 46 വാക്യം. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടിവരികയും ഒരുമനപ്പെട്ട് ആലയത്തിൽ കൂടി വന്നു. ഒരുമനപ്പെട്ട് ആരാധന. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് നിന്നു, ഒരുമിച്ചിരുന്നു, ഒരു മനസ്സോടുകൂടെ അവർ ആരാധിച്ചു. എപ്പോഴാണ് സാധിച്ചത്? അത് സാധിച്ചത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് സാധിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവില്ലാത്ത ദൈവവേല. ഇന്ന് ദൈവവേലക്കാരുണ്ട്, ധാരാളം ദൈവവേലകൾ നടക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട് ദൈവവേല ചെയ്യുന്ന ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്, കൂട്ടായ്മകളുണ്ട്. പക്ഷേ അവിടെയൊന്നും ഐക്യം കാണുന്നില്ല, ഒരു മനസ്സ് കാണുന്നില്ല. അവിടെയെല്ലാം പടലപ്പിണക്കമാണ്. ഒരാൾ പ്രസംഗിക്കുന്നു, മറ്റേയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ പ്രസംഗിക്കുന്നു, മറ്റേയാൾ നിരൂപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം കമ്പാരിസനാണ്, എല്ലാം താരതമ്യമാണ്. അവിടെയെല്ലാം ഭിന്നത വളരുകയാണ്. ശുശ്രൂഷകൾ ഉണ്ടാകുന്നുണ്ട്, മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഭിന്നതയ്ക്ക് ഒരു കുറവുമില്ല, അത് മുമ്പോട്ട് പോവുകയാണ്. എന്താണ് കാരണം? പണത്തിൻ്റെ കുറവല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല, സാഹചര്യത്തിൻ്റെ കുറവല്ല, ആളുകളില്ലാഞ്ഞിട്ടല്ല, ദൈവാത്മാവില്ല, പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവിന് വിനയപ്പെടാത്ത, പരിശുദ്ധാത്മാവിന് കീഴടങ്ങാത്ത, പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്നതായ മനുഷ്യ ഹൃദയങ്ങളില്ല. പരിശുദ്ധാത്മാവില്ലാത്ത ദൈവവേല, പരിശുദ്ധാത്മാവില്ലാത്ത സഭകൾ, പരിശുദ്ധാത്മാവില്ലാത്ത പ്രസ്ഥാനങ്ങൾ, പരിശുദ്ധാത്മാവില്ലാത്തതായ പ്രസംഗങ്ങൾ, പരിശുദ്ധാത്മാവില്ലാത്തതായ കൂട്ടായ്മകൾ, ഇതെല്ലാമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആത്മീയ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ. അവിടെ ബാക്കിയെല്ലാം ഉണ്ട്, പരിശുദ്ധാത്മാവ് മാത്രമില്ല. ആത്മാവിന് വിനയപ്പെട്ട് ആത്മാവിന് വിധേയപ്പെടുന്നതായ ആ എളിമപ്പെടലില്ല. ഇടയന്മാരെ കുറിച്ച് നാം ചിന്തിച്ചല്ലോ, അവർക്ക് അഭിമാനമല്ല വിഷയം. ഇന്നത്തെ ക്രൈസ്തവർക്ക് അഭിമാനമാണ് ഏറ്റവും വലിയ വിഷയം. അവരുടെ മുഖമുദ്ര അഭിമാനമാണ്. ഞാനെന്ന ഭാവമാണ്. ഇന്ന് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകരുടെ മുഖമുദ്ര ഞാനെന്ന ഭാവമാണ്. ഞാൻ എന്ന ഭാവമാണ്. അവിടെ എളിമയില്ല, അവിടെ വിശ്വാസമില്ല, അവിടെ പരിശുദ്ധാത്മാവില്ല. ആത്മാവില്ലാതെ ഉണങ്ങി വരേണ്ട ഹൃദയത്തോടെ ദൈവവേല ചെയ്യുന്ന ധാരാളം ആളുകൾ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ആരാധന, പുതിയ നിയമ ആരാധന, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും നാം നോക്കിയാൽ ആരാധന തന്നെ വ്യത്യസ്തമാണ്. പഴയ നിയമകാലത്ത് ആരാധന എങ്ങനെയായിരുന്നു? ജനമെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് കൂടുന്നു, അവരൊരുമിച്ച് കൂടി ആരാധിക്കുന്നു. അവിടെ ആരാധിക്കുന്ന പുരോഹിതനുണ്ട്, ആരാധനയ്ക്കുള്ളതായ ചില ചുറ്റുവട്ടങ്ങളുണ്ട്, രീതികളുണ്ട്. ഇതെല്ലാമായിരുന്നു പഴയ നിയമ ആരാധനയെന്ന് പറഞ്ഞാൽ. അവർക്കൊരു സ്ഥലത്തെ ആരാധനയുള്ളൂ, ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളുണ്ട്, ആരാധനയ്ക്കുള്ളതായ ചുറ്റുവട്ടങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് പഴയ നിയമ ആരാധന. എന്നാൽ പുതിയ നിയമ ആരാധന, സത്യത്തിലും ആത്മാവിലുമുള്ളതായ ആരാധനയ്ക്ക് അതിന് പ്രത്യേക സ്ഥലമല്ല പ്രാധാന്യം, അതിന് പ്രത്യേക ചുറ്റുവട്ടങ്ങളല്ല. ആ ആരാധനയ്ക്ക് ഏതെങ്കിലും കാർമ്മികനോ പുരോഹിതനോ അല്ല ആ പ്രാധാന്യം. പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് കാതലായ വിഷയം. എന്താണ് ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്താണ്? ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിലെ ഒരു മുദ്രാവാക്യം എന്താണ്? ക്രിസ്തുവിനെ പോലെയായി തീരുക, ക്രിസ്തുവിൻ്റെ അനുകാരിയാകുക, യേശുവിനെ പോലെയായി തീരുക, യേശുവിൻ്റെ മനസ്സുള്ളവരായി തീരുക. ദൈവത്തിന് സ്തോത്രം. അഥവാ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ജീവിക്കുക, ജഡത്തിൻ്റേതായ പ്രവൃത്തികളെ മരിപ്പിക്കുക, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക. സഹോദരങ്ങൾ, ഇതെല്ലാം കേൾക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത് സാധ്യമായതുമാണ്. പക്ഷേ അസാധ്യമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മാറി നിൽക്കാനുള്ള കാരണം, മനുഷ്യന് ലഭ്യമായ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ശരിയായ വിചാരമില്ല, വിവേകമില്ല, അറിവില്ല. പരിശുദ്ധാത്മാ മുഖാന്തരം മനുഷ്യന് ലഭിക്കുന്നതായ സൗഭാഗ്യങ്ങളെക്കുറിച്ചോ രൂപാന്തരത്തെക്കുറിച്ചോ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് പുതിയ നിയമ ആരാധന?
റോമാലേഖനം 12-ാം അധ്യായം നമുക്കെടുക്കാം. 1-2 വാക്യം നമുക്ക് വായിക്കാം. അവിടെ ഒരു സ്ഥലം, ആരാധനാ സ്ഥലം നാം കാണുന്നില്ല. അവിടെ ആരാധന നടത്തുന്ന പുരോഹിതനെ കാണുന്നില്ല. ആരാധനയ്ക്കുള്ളതായ വേഷവിധാനങ്ങളോ ഒന്നും നാം കാണുന്നില്ല. ആ പുതിയ നിയമ ആരാധനയെക്കുറിച്ച് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു പ്രത്യേക ദേവാലയ സ്ഥലമില്ല. അവിടെ ഒരു ആരാധനാ രീതിയില്ല. അവിടെ ഒരു ആരാധനയുടെ പാട്ടുകളോ ഒന്നുമില്ല. അവിടെ യഥാർത്ഥമായ ആരാധന, പുതിയ ആരാധന അതാണ്. ഓരോ വിശ്വാസിയും ഓരോ പുരോഹിതനാണ്. ഓരോ വിശ്വാസിയും ഓരോ പുരോഹിതനാണ്. അവൻ യാഗം കഴിക്കുന്നത് എന്താണ്? അവിടെ യാഗം കഴിക്കുന്നത് അവൻ്റെ സ്വയത്തെ അവൻ തന്നെ യാഗം കഴിക്കുകയാണ്. സ്വയ ഇച്ഛയെ, സ്വന്തം താല്പര്യത്തെ, സ്വന്തം ഇഷ്ടത്തെ എന്നുവെച്ചാൽ അവൻ്റെ ശരീരത്തെ തന്നെ ദൈവ ഇഷ്ടത്തിനായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മനുഷ്യൻ തൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഒരു യാഗവസ്തു പോലെ ആക്കുകയാണ് അവിടെ. എന്തിനാണ് അബ്രാഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത്? എന്തിനാണ് യാഗം കഴിച്ചത്? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ വസ്തുവായിക്ക് വേണ്ടിയാണോ? ഈ ലോകത്തിലെ ഏതെങ്കിലും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണോ? ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ച് കോടീശ്വരനാകാൻ വേണ്ടിയായിരുന്നു? ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ച് വലിയവനാകാൻ വേണ്ടിയായിരുന്നു അബ്രാഹാം എന്തിനാണ് ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത്? ദൈവം എന്തിനാണ് അബ്രാഹാമിനോട് ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെട്ടത്? എന്തിനാണത് ആവശ്യപ്പെട്ടത്? അവനെ വേദനിപ്പിക്കാനാണോ? ഒരു കാലത്തുമല്ല. എന്തിനാണ് ദൈവം ചോദിച്ചത്? അബ്രാഹാമേ, നിനക്ക് എന്നോടുകൂടെ നടക്കാനുള്ളതായ സമർപ്പണമുണ്ടോ? നിനക്ക് എന്നോടുകൂടെ നടക്കുന്നതാണോ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രമോദം? അതാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ളത്. നിനക്ക് എന്നോടുകൂടെ നടക്കുന്നതാണോ ജീവിതത്തിൻ്റെ പ്രമോദം? അങ്ങനെയാണെങ്കിൽ അതിന് തടസ്സമായിട്ടുള്ളത് ഇപ്പോൾ ഇസ്ഹാക്കിനെ കാണുന്നു. ആ ഇസ്ഹാക്കിനെ ഇവിടെ നിന്ന് മാറ്റണം. എങ്കിലേ നമുക്ക് തമ്മിലുള്ളതായ ആ ഐക്യവും സ്നേഹവും നിലനിൽക്കുകയുള്ളൂ. ദൈവമക്കളെ, ഇപ്രകാരമാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇസ്ഹാക്കിനെ അബ്രാഹാം യാഗം കഴിച്ചത്? ദൈവത്തോടു കൂടെ ജീവിക്കാൻ, ദൈവത്തോടു കൂടെ നടക്കാൻ, അല്ലാതെ യാതൊരു അനുഗ്രഹത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, സ്ഥാനത്തിന് വേണ്ടിയല്ല, പ്രമാണത്തിന് വേണ്ടിയല്ല. ആ കാലത്ത് യാഗങ്ങൾ കഴിക്കുന്നുണ്ട്. അവിടെയെല്ലാം പല യാഗങ്ങളും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള യാഗങ്ങളായിരുന്നു, പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗമായിരുന്നു. എന്നാൽ ഇസ്ഹാക്കിൻ്റെ യാഗം അനുഗ്രഹത്തിന് വേണ്ടിയല്ല, പാപപരിഹാരത്തിന് വേണ്ടിയല്ല. എന്തിനായിരുന്നു ഇസ്ഹാക്കിൻ്റെ യാഗം? ആ ദൈവത്തോടുകൂടെ നടക്കുന്നതിന് വേണ്ടി, ആ ദൈവത്തോടുള്ളതായ ആ സാഹിത്യത്തിന് വേണ്ടി. അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അബ്രാഹാം വന്നു. ഇനി ദൈവത്തോടുകൂടെ ജീവിക്കണം, ഇനി ദൈവത്തോടുകൂടെ നടക്കണം, ഇനി ദൈവത്തോടുകൂടെ ആയിത്തീരണം. ആ ഒരൊറ്റ ലക്ഷ്യം അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ്റെ ആത്മീയ വളർച്ചയുടെ കാലത്ത് ദൈവം പറഞ്ഞു, അബ്രാഹാമേ, ഹൃദയത്തിലെ ആഗ്രഹം നല്ലതാണ്, പക്ഷേ അത് സാധിക്കണമെങ്കിൽ ഇസ്ഹാക്ക് അവിടെ നിൽക്കുന്നു. ആ ഇസ്ഹാക്ക് അവിടെ നിൽക്കുന്നു. അതിനെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം. പ്രിയപ്പെട്ടവരെ, അബ്രാഹാമിന് മനസ്സായി, അബ്രാഹാമിന് മർമ്മം മനസ്സിലായി, ആത്മീയത്തിന് മർമ്മം മനസ്സിലായി. ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ ദൈവത്തെ മാത്രം 2 കണ്ണുകൊണ്ട് നോക്കണം. കണ്ണ് ചൊവ്വുള്ളതാകണം. 2 കണ്ണും കൊണ്ടും ക്രിസ്തുവിനെ നോക്കണം, 2 കണ്ണുകൊണ്ടും ദൈവത്തെ നോക്കണം. അബ്രാഹാം 1 കണ്ണുകൊണ്ട് ദൈവത്തെയും 1 കണ്ണുകൊണ്ട് ഇസ്ഹാക്കിനെയും നോക്കി. ആ ദൈവത്തിന് മനസ്സിലായി. 1 കണ്ണ് ദൈവത്തിലും 1 കണ്ണ് ഇസ്ഹാക്കിലേക്ക് പോയപ്പോൾ ദൈവം പറഞ്ഞു, അബ്രാഹാമേ, ഇസ്ഹാക്കിനെ യാഗം കഴിക്കണം. കാരണം നീ 2 കണ്ണുകൊണ്ട് എന്നെ മാത്രം നോക്കുന്നവനാകണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണം. ആത്മാവിന് നാം കിണയപ്പെടണം. അതാണ് പുതിയ നിയമസഭ പെന്തക്കോസ്ത് അനുഭവത്തോടുകൂടെ ഉണ്ടായ പുതിയ നിയമസഭയിൽ നാം ചിന്തിച്ചല്ലോ. അവരെ എല്ലാവരെയും നിയന്ത്രിച്ചത് ഒറ്റയ്ക്കൊരാളായിരുന്നു. പരിശുദ്ധാത്മാവ് വരുന്നവരെ പത്രോസിനെ കൺട്രോൾ ചെയ്തത് പത്രോസ്, യാക്കോബിനെ കൺട്രോൾ ചെയ്തത് യാക്കോബ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാനെ കൺട്രോൾ ചെയ്തത് യോഹന്നാൻ. അപ്പോസ്തലന്മാരെ ഓരോരുത്തരെയും കൺട്രോൾ ചെയ്തത് അവർ തന്നെയായിരുന്നു.
എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്തത് ഒരാളായി. ദൈവാത്മാവ് അവരെ കൺട്രോൾ ചെയ്തു. പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ചു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ചിരിക്കാം, ഒരുമിച്ച് ആരാധിക്കാം, എല്ലാം സാധ്യമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം എന്താണ്? പുതിയ നിയമസഭയിലേക്ക് ആത്മാവ് വന്നു. അതിൻ്റെ കാരണം എന്താണ്? അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 6-7 വാക്യം വായിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവിന് ഇസ്രയേലിനെ ഈ കാലത്തിൽ ഒരു രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോഴും പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് അവർ കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോഴും അവരുടെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത അന്വേഷണങ്ങളാണ്. അവരുടെ ഹൃദയം എപ്പോഴും കീഴടങ്ങിയിട്ടില്ല. ക്രിസ്തു മരിച്ചത് അവർ കണ്ടു. എന്തിനാ മരിച്ചതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് അവർ കണ്ടു. എന്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു അവർക്ക് മനസ്സിലായിട്ടില്ല. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴും അവർ ചോദിക്കുകയാണ്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യമുണ്ട് എന്നവർക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിലുള്ളത് ഉയരത്തിലുള്ളതായ ദൈവരാജ്യമല്ല. ഉയരത്തിലുള്ളതായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ആ ചിന്ത അവരിലേക്ക് ശരിയായിട്ട് കടന്നു വന്നിട്ടില്ല. കർത്താവ് എന്താണ് പറഞ്ഞത് അവരോട്? ആവശ്യമില്ലാത്ത ജ്ഞാനം അന്വേഷിക്കരുത്, ആവശ്യമില്ലാത്ത ജ്ഞാനം അന്വേഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഉത്തരവാദിത്വം ചെയ്യുക. നീ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം ചെയ്യുക. ഒരുങ്ങുക. ദൈവരാജ്യത്തിന് വേണ്ടി മനസ്സുകൊണ്ട് ഒരുങ്ങുക. മറ്റുള്ളവരെ ഒരുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. ദൈവരാജ്യമുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങുക. പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അനേകരെ അതിനുവേണ്ടി ഒരുക്കുക. ഭൗതികമായ സമ്പത്ത് ആത്മീയത്തിലൊന്നുമില്ല. ഭൗതികമായ സമ്പത്തിന് ആത്മീയത്തിൽ യാതൊരു മൂല്യവുമില്ല. എന്നെയെല്ലാം ആത്മീയം പഠിപ്പിച്ച അനുഗ്രഹീത സുവിശേഷകനായിരുന്ന യോഹന്നാൻ സാർ പറയാറുണ്ട്, പണമില്ലെങ്കിലും സുവിശേഷത്തിന് ഒരു തടസ്സവുമില്ല. പണമില്ലെങ്കിൽ ഒരു തടസ്സവുമില്ല. വിശുദ്ധന്മാരില്ല എങ്കിൽ സുവിശേഷ വേല നടക്കില്ല, സുവിശേഷം തടസ്സപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രൈസ്തവരുടെ പക്കൽ കോടാനുകോടി രൂപ കണ്ടെത്താൻ സാധിച്ചേക്കാം. പക്ഷേ അതൊന്നും സുവിശേഷ വേലയ്ക്ക് പ്രയോജനപ്പെടുന്നില്ല. കാരണം വിശുദ്ധന്മാരില്ല. ഹൃദയം കൊണ്ട് വിശുദ്ധി ആഗ്രഹിക്കുന്ന, ദൈവരാജ്യം കൊതിക്കുന്നതായ, നിത്യജീവൻ ആഗ്രഹത്തോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരില്ല. അതുകൊണ്ടാണ് ഇന്ന് ക്രൈസ്തവരിൽ ദൈവവേല നടക്കാത്തത്. പണമില്ലാത്തത് കൊണ്ടല്ല. ഒരു കാലത്ത് ദൈവവേല ചെയ്യുന്നവരായിരുന്നു ക്രൈസ്തവർ. മിഷണറി വീരന്മാരായിരുന്നു ക്രൈസ്തവർ. അന്നത്തേക്കാൾ പണം കുറഞ്ഞു പോയത് കൊണ്ടല്ല മിഷണറിമാരില്ലാത്തത്, സുവിശേഷ വേല നടക്കാത്തത്. അന്നത്തേക്കാൾ പണമുണ്ട്, പക്ഷേ വിശുദ്ധന്മാരില്ല. പ്രിയപ്പെട്ടവരെ, കാരണം ഒരു വിശ്വാസ പ്രഖ്യാപനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ പങ്കെടുത്തത് കൊണ്ടോ മീറ്റിങ്ങിൽ പങ്കെടുത്തത് കൊണ്ടൊന്നും മനുഷ്യൻ്റെ അകത്തെ മനുഷ്യന് മാറ്റം വരില്ല. അകത്തെ മനുഷ്യന് മാറ്റം വരില്ല. ഉള്ളിലെ മനുഷ്യന് മാറ്റം വരുന്നില്ല. ആ അകത്തെ മനുഷ്യൻ ചീർത്തിരിക്കുന്നവനാണ്. ആ അകത്തെ മനുഷ്യന് മാറ്റം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. ദൈവത്തിൻ്റെ ആത്മാവ് വന്നാൽ മാത്രമേ മനുഷ്യൻ്റെ അകത്തെ മനുഷ്യന് മാറ്റം വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോഴാണ് കുടുംബങ്ങളിൽ സമാധാനം. ക്രൈസ്തവ കുടുംബങ്ങൾ സമാധാനത്തിൻ്റെ കലവറകളായി മാറും. കുടുംബത്തിൽ ഹാർമണി ഉണ്ടാകും, ഐക്യമുണ്ടാകും, അഭിപ്രായ ഐക്യമുണ്ടാകും. ഒരുമിച്ച് ഊണ് കഴിക്കും, ഒരുമിച്ച് ഉറങ്ങും. ദൈവമക്കളെയെല്ലാം സാധിക്കും. എപ്പോൾ? പരിശുദ്ധാത്മാവ് കടന്നു വരണം. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവില്ലാത്ത ക്രൈസ്തവ വേലകൾ, ആത്മാവില്ലാത്ത ക്രൈസ്തവ കൂട്ടങ്ങൾ, ആത്മാവില്ലാത്തതായ ആത്മീയ ശുശ്രൂഷകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിന് വേണ്ടി കൊതിക്കൂ. ദൈവം തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കൂ. ആത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ,
പരിശുദ്ധാത്മാവേ, എൻ്റെ ഉപബോധ മനസ്സിനെ കഴിവെടിപ്പാക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ അകത്ത് വസിക്കുന്നതായ ആ പ്രതികാര വാസനകളെ, ശാഠ്യങ്ങളെ, ദുശാഠ്യങ്ങളെ മാറ്റിത്തരണമേ. പരിശുദ്ധാത്മാവേ, എന്നെ നിർമ്മലീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് ദൈവിക സമാധാനം തരണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ നിത്യജീവന് വേണ്ടി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കണമേ. ബുദ്ധിയുള്ള ആരാധനയായി എൻ്റെ ശരീരം ഇനി അശുദ്ധിക്കല്ല, വിശുദ്ധിക്കായിട്ട് ഞാനിതാ വിട്ടു തരുന്നു. ഒരു പഴയ മനുഷ്യനായിട്ടല്ല, ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ എന്നെ തന്നെ നിൻ്റെ വാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.